ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ, അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? എനിക്ക് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പം ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയേയില്ല. അത് ലൈക്ക് ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ. ഞാനല്ലെങ്കിൽ മറ്റാരും ഇത് പറയും അല്ലേ? ഒരു ആർട്ടിസ്റ്റായിട്ടേ എനിക്ക് ഇത് പറയാൻ എനിക്ക് ഉള്ള ധൈര്യം ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിൽ നിന്നും കിട്ടുന്നതാണ്. ഞാൻ അവരെ വായിച്ചതുകൊണ്ടും. അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ, ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരേക്കാളും സ്വാധീനമുള്ള ഒരു വർഗ്ഗമാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലെന്നേ. അവനക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ, എൻ്റെ DNA ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, എവിടെയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഈ DNA രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അറിയാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല അല്ലേ, നീ തമ്പുരാനുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ഒരുപാട് പേരെ അസ്വസ്ഥപ്പെടുത്തിയതാണ്. അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ, അപ്പൊ ഇത് അതിലൊരു വേദി. ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പല ആശയങ്ങളും, ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളത്. അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ്, തൃശ്ശൂർക്ക് ഒരു തെറ്റ് പറ്റി. അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ തോന്നുക വേടനെ സംബന്ധിച്ച്? ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുള്ളൂ. എനിക്ക് സഹതാപമാണെന്നേ തോന്നുക. എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മാഷേ അത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കും. ചിലപ്പോൾ ഞാൻ പൊട്ടനാണോ ഇനി? എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ. പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ, ഞാൻ വായിച്ചങ്ങനെ ഒരു പുസ്തകത്തിലും അതില്ലെന്നേ. ഭൂമി ഞാൻ വാഴുന്നിടമാണോ ഈ ഏപ്രിൽ നമ്മുടെ 14-ാം തീയതി അംബേദ്കർ ജയന്തിയിൽ? ഇല്ല, അത് വായാണ്. തോളോട് തോൾ ചേർന്ന് പോരാടിടാം. അത് കവിതയായിട്ട് ചൊല്ലാമ. തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല. ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല. മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി, ഭീതികൾ എരിച്ച് കെടാ ജ്യോതിയായി പടർന്നു കയറി പാതികടൽ താണ്ടി. മീതി എത്ര ബാക്കി, ദൂരെയായി തീരമുണ്ട്, വീരമുണ്ടോ വിടുതലുണ്ട്, വീണിടേണ്ട താങ്ങതുണ്ട്, നോവ് തീരും നാളതുണ്ട് വാ. ഇതാണ് അംബേദ്കർ ജയന്തി അന്ന് ഞാൻ റിലീസ് ചെയ്തത്. അത് ഒരുപാട് ബുദ്ധിമുട്ടി. അത് ആ ഡേറ്റ് തന്നെ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഉമ്മരെന്നെ കുറെ പ്രാഗി ആ സമയത്ത്. 2 ദിവസം കഴിഞ്ഞൂടെ? അപ്പൊ ഞാനാണ് ഒന്ന് ഇല്ല, അത് അന്ന് തന്നെ ചെയ്യണം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട്. അല്ലാതെ ഞാൻ ഒരു തേര് വലിച്ചൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് പറഞ്ഞേക്കണം. ഞാനത് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും.